കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ മുനമ്പം ജനതയുടെ സമരം 50-ാം നാളിൽ ചർച്ചകൾ ഏറെ നടന്നിട്ടും പരിഹാര നിർദ്ദേശങ്ങൾ ഇനിയും അകലെ. സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിയില്ലെന്ന നിലപാട് ഉറപ്പിച്ചു പറഞ്ഞ ജനങ്ങൾ. എറണാകുളത്തെ 2 തീപിടുത്തങ്ങളും നിയന്ത്രണ വിധേയം. സൗത്ത് പാലത്തിന് സമീപം ആക്രി ഗോഡൌൺ കത്തി നശിച്ചത് പുലർച്ചെ 2:30-ഓടെ. നെടുമ്പാശ്ശേരി ആപ്പിൾ റെസിഡൻസിയിലെ തീയണച്ചു. 4 കാറുകൾ കത്തി നശിച്ചു. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി. ചെന്നൈയിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. പുതുച്ചേരി, കടലൂർ, വിഴുപുരം തീരങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾ ജീവനക്കാരന്റെ സംസ്കാരം അല്പസമയത്തിനകം. സർക്കാരിനും മാനേജ്മെന്റിനുമെതിരെ കടുത്ത പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ഡിമാൻഡിൽ ഉറച്ചു ശിവസേന. വിലപേശലിൽ പ്രതിസന്ധിയായി മഹായുതി. സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിച്ചിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായില്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം തുടരുന്നു. ഇന്ന് കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും. ഡൽഹിക്കുള്ള മടക്കം വൈകിട്ട്. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറ്റന്നാൾ കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച. കൂടുതൽ വോട്ടുകൾ എണ്ണിയെന്ന റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കമ്മീഷൻ. വിശദീകരണം വിശ്വസിച്ച് പിന്നാക്കം പോകില്ലെന്ന് കോൺഗ്രസ്. വാണിജ്യ LPGക്ക് ഈ മാസവും വില കൂട്ടി. സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 16 രൂപ. 5 മാസത്തിനിടെ കൂട്ടിയത് 173 രൂപ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. എട്ട് വർഷത്തിന് ശേഷം സിറിയയിൽ വിമതരും സൈന്യവും വീണ്ടും നേർക്കുനേർ. സംഘർഷം രൂക്ഷം. സാധാരണക്കാരടക്കം 200-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ സമനില തുടരുന്നു. ഗുകേഷ് ഡിംഗ്ലിറൻ പോരാട്ടം ഒപ്പത്തിനൊപ്പം. ഇന്ന് 6ാം ഗെയിം.